ആവുന്നില്ലേ? ഈ പറയുന്ന 10-20% എന്ന് പറയുന്ന മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മന്ത് എടുത്ത് ഈ മന്തിലെ എൻ്റെ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് എത്രയാണ് എന്ന് നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ മാറ്റി വയ്ക്കുമ്പോൾ അവിടെയും ഞങ്ങൾ വീണ്ടും സ്പ്ലിറ്റ് കൊണ്ടുവരും. 60% അന്നന്നത്തേക്കുള്ള അന്നത്തിനാണെങ്കിൽ 40% ഫ്യൂച്ചറിലോട്ടുള്ള അന്നത്തിലോട്ടാണെന്ന് ഞങ്ങൾ പറയും. അത് ഈ 10% നിന്ന് 10% ഒരു എമൗണ്ട് ഉണ്ട് മാറ്റി വെച്ചു. 10-20%, ലെറ്റ്സ് സേ 20% ആണ്. 20% എന്ന് പറയുന്നത് റിയാലിറ്റിയിൽ ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു 1 lakh ആണെന്ന് വെക്കാം. അതെ, അതിന്റെ ആ 1 lakhന്റെ 60,000 ഞാൻ മാറ്റി വെക്കുന്നത് എനിക്ക് ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമോ ഉടനെ ബിസിനസ് ആക്കാൻ പറ്റാവുന്ന ആ ലീഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റാവുന്ന മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ആണെങ്കിൽ 40% എനിക്ക് പ്രോബബ്ലി ആഫ്റ്റർ എ ഇയർ എനിക്ക് ബിസിനസ് കൊണ്ടുവരുന്ന ഒന്നായിരിക്കും. ഇത് പതുക്കെ അന്നത്തേക്കുള്ള എണ്ണം മാറി നമ്മൾ ഫ്യൂച്ചറിലോട്ടുള്ള ബിസിനസ്സിലോട്ട് മാറും. കാരണം ആ കാലഘട്ടം എത്തുമ്പോഴേക്കും നമുക്ക് ബിസിനസ് വന്നു തുടങ്ങും. ആളുകൾ നമ്മളെ തേടി വരും. ബ്രാൻഡിങ് ചെയ്യുമ്പോൾ അതാണല്ലോ പ്രത്യേകത. മറ്റേ എന്നും നമ്മൾ മത്തി എന്ന് പറഞ്ഞ് നമ്മൾ വിൽക്കുന്നതിന് പകരം ഇന്ന കടയിൽ മത്തി ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അട്രാക്ട് ചെയ്യുന്ന രീതിയിലോട്ട് വരും. നമ്മളിപ്പോൾ കൊക്കക്കോള, പെപ്സി, ഇതൊക്കെ ഈ പാനീയങ്ങളൊക്കെ കുടിക്കാൻ കാരണം എന്തുവാ? ഞാനിപ്പോൾ അവരുടെ ഒരു പരസ്യം കണ്ടിട്ട് കാലങ്ങളായി, പക്ഷെ ഇന്നലെയും ഞാൻ കുടിച്ചു. എന്തുകൊണ്ടാ? അവർ അന്ന് ആ ഫ്യൂച്ചർ ബിസിനസ്സിലോട്ടുള്ള പരസ്യം അന്ന് ചെയ്തു. അന്നത്തേക്കുള്ള ബിസിനസ്സിനല്ല, ഫ്യൂച്ചറിലോട്ടുള്ള ബിസിനസ്സിലോട്ട്. ഇന്ന് ആ കൊക്കക്കോളയുടെ കളർ കണ്ടു കഴിഞ്ഞാൽ, ആ റെഡ് കളർ കണ്ടാൽ എനിക്ക് മനസ്സിലായില്ലേ? ബോട്ടിൽ ഇങ്ങനെ പെപ്സി നിറച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ ആ കളർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത്രയും നമ്മളിലോട്ട് അവർ ഫ്യൂച്ചറിലോട്ട് ഫീഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇൻഡെപ്ത് പോകുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാവുന്നെങ്കിൽ, പക്ഷേ ഒരു ബേസിക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 10-20% ഓഫ് അവർ റവന്യൂ നമ്മൾ ഒരു ഈ ബിസിനസ്സുകാരെ മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓൾറെഡി മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിയാത്തവരുണ്ട്. ഇനി ഈ ഗ്രൂപ്പിൽ തന്നെ അറിഞ്ഞ ആളുകളുണ്ട്. അവർക്കാണെങ്കിൽ ഒരുപാട് കയ്പായ അനുഭവങ്ങളാണ് ഉള്ളത്. മാർക്കറ്റിംഗ് ചെയ്തിട്ട് ശരിയായ റിസൾട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരോട് ഇത്രയൊക്കെ കമ്മിറ്റ് ചെയ്ത് നമ്മളത് ക്യാഷ് പോയി എന്നൊക്കെ പറഞ്ഞു എവിടെ ചെന്നാലും പരാതികളുടെ ഒരു ബിസിനസ് ട്രിപ്പുകളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ കേൾക്കുന്ന ഒരു കാര്യമാണ്. അവർ ഇന്നയാൾ ഇത്ര മാർക്കറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു, ഞാൻ അവർക്ക് ഇത്ര പൈസ കൊടുത്തു, ഒരു ഗുണം കിട്ടിയില്ല, ഇന്നയാൾക്ക് കൊടുത്തു, അങ്ങനെ പറയുന്നത് കേൾക്കാം. അതും ഒരു ബിസിനസ്സുകാർക്ക് പറ്റുന്ന ഒരു അബദ്ധമാണല്ലോ. ഇവിടെ അവർ ശ്രദ്ധിക്കേണ്ട, നിങ്ങളൊരു മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ ബിസിനസ്സുകാർക്ക് ഇതിൽ ഇത്തരം അഭിപ്രായങ്ങൾ കൂടി വരുന്നത്? അത് ഒരു കാരണം ഞാൻ മെയിനായിട്ട് കാണുന്നത് ആ ബിസിനസ്സുകാരൻ അവർക്ക് കൊടുത്തതായിരിക്കും. അവിടെ എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഏറ്റവും പൈസ കുറച്ചിട്ട് കാര്യങ്ങൾ എടുക്കാൻ നോക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ചീപ്പും ബെസ്റ്റും ഒരിക്കലും ഒരുമിച്ച് പോവില്ല. നമ്മൾ ചീപ്പാക്കി ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ വിൻ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എക്സ്പെൻസിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നുള്ളത്. ഈ ചിന്താഗതി ഇവിടെ വരുമ്പോൾ നമ്മൾ അതിൽ പരമാവധി എന്ത് ചെയ്യും? ലിമിറ്റ് ചെയ്യും. ഇത് ലിമിറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഡിഫൈൻ ചെയ്യുക, ഞങ്ങൾ ഇത്രയും പൈസ തരാം, നോ നെഗോഷിയേഷൻ, നോ ബാർഗെയിനിങ്, പക്ഷേ എൻ്റെ ടാർഗറ്റ് ഇതാണ്, ഇത് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമോ? ഈ ലാംഗ്വേജ് അല്ല അവിടെ ചോദിക്കുന്നത്. എത്ര കുറയ്ക്കും എന്നുള്ളതാണ്. അവരെ എക്സ്പെൻസ് കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. ഹനീഫിക്ക, എനിക്ക് എത്ര ലീഡ്സ് കൊണ്ടുവരും? ജെന്യൂൻ ലീഡ്സ് കിട്ടിയിട്ട് മാത്രം ജെന്യൂൻ ലീഡ്സ്. ഈവൻ ഈ ജെന്യൂൻ ലീഡ്സ്, വാട്ട് ഡു യു മീൻ ബൈ ജെന്യൂൻ ലീഡ്സ്? ഡിഫൈൻ ചെയ്യണം. എന്താണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? കാരണം ഫേസ്ബുക്കിൽ ഇത്ര ആള് കണ്ടു, ഇത്ര ആള് ഇത് ചെയ്തു, ഇത്ര ആള് മെസ്സേജുകൾ ഇട്ടു, ഇതുകൊണ്ട് കാര്യമില്ല. ഹനീഫിക്ക തിരുത്താം, അതുകൊണ്ട് കാര്യമില്ല എന്നല്ല. അതാണോ നമ്മളുടെ ലക്ഷ്യം? അതാണ് ലക്ഷ്യമെങ്കിൽ ഓക്കെയാണ്. എക്സാക്ട്ലി അതാണ് ഞാൻ പറഞ്ഞത്. ഈ ക്ലാരിറ്റി അവിടെ കൊണ്ടുവരണം. എനിക്ക് എന്നെ കുറിച്ച് ഒരു 10 പേര് അറിഞ്ഞിരിക്കണം. എനിക്ക് സെയിലൊന്നും വേണ്ട. ദാറ്റ്സ് വാട്ട് വി കോൾ ആസ് ബ്രാൻഡിങ്. എന്നെ കുറിച്ച് അറിയണം. അതാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എത്ര ആളുകളിലോട്ട് ഇത് പോയി, എത്ര ആൾക്കാർ കണ്ടു, എത്ര ആൾക്കാർ റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതാണ്. സെയിലല്ല. അവിടെ ഇത് ഡിഫൈൻ ചെയ്തിട്ട് അല്ലെ ഇത് ഡിഫൈൻ ചെയ്യാതെ സെയിൽ എക്സ്പെക്ട് ചെയ്ത് ഈ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇത് തുറന്നു പറയുന്നില്ല ചില ആളുകൾ. എന്നിട്ട് ക്യാഷ് ഒക്കെ കൊടുത്തതിനു ശേഷം അത് കിട്ടിയില്ല. ആരാണ് തുറന്നു പറയാത്തത്? ബിസിനസ്സുകാരൻ തുറന്നു പറയണം. എന്തുകൊണ്ടാണ് ബിസിനസ്സുകാർ തുറന്നു പറയാത്തത്? ചിലപ്പോൾ ഐഡിയാസ് ഉണ്ടാവില്ല, അല്ല, ഇത് ചെയ്യുന്ന ആൾക്കാർ ചോദിക്കാത്തതുകൊണ്ട്. ആരാണ് ചോദിക്കാത്തത്? പൈസ കുറച്ച് വാങ്ങിക്കുന്നത്. അവർക്ക് അതിനുള്ള ബഡ്ജറ്റ് ഇല്ല. പൈസ വാങ്ങിച്ചിട്ടുണ്ടോ?
ഹനീഫയ്ക്ക് ഇപ്പോൾ ലെറ്റ്സ് 10,000 ദിർഹംസ് വാങ്ങിച്ചിട്ടുള്ള ഒരാളുണ്ടോ, അയാളായിരിക്കും ഹനീഫയ്ക്കോട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതും നിങ്ങളെങ്ങനെ ഇട്ട് നിർത്തി ഇങ്ങനെ വരും. കാരണം എന്തുവാ, ആ 10,000-നുള്ള ജസ്റ്റിഫിക്കേഷൻ അയാൾക്ക് കൊണ്ടുവരണം. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, ഈ 10,000-ൻ്റെ ആളെ നെഗോഷിയേറ്റ് ചെയ്ത് 5,000-ലോട്ട് കൊണ്ടുവരുമ്പോൾ അയാൾക്ക് ആ 5,000-ൻ്റെ കമ്മിറ്റ്മെൻറ്റേ ഉള്ളൂ.